ഹലോ ഗൈസ്, ഇന്ന് നമുക്ക് ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ട് ഒരു ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതും വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ടാണ്. പാല്, പഞ്ചസാര, ഗോതമ്പ് പൊടി എന്നിവ മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ പാല് അടുപ്പത്ത് വെച്ച് നമ്മൾ സ്റ്റവ് ഓണാക്കുക. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കുക. മധുരത്തിന് മുന്നിൽ നിന്നോട്ടെ കേട്ടോ. കുട്ടികൾക്കൊക്കെ ഐസ്ക്രീം എന്ന് പറഞ്ഞാൽ ആ മധുരമാണല്ലോ അവർക്ക് ഇഷ്ടപ്പെടുക. അങ്ങനെ നമ്മളത് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമുക്ക് ഇതിലേക്കുള്ള ഗോതമ്പ് പൊടി കലക്കിയെടുക്കാം. അതിന് 1 ഗ്ലാസ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തു. അതിലേക്ക് പിന്നെ നമ്മൾ 1 ഗ്ലാസ് പാലും എടുത്ത് നല്ല ലൂസായി മിക്സ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ അടുപ്പത്തിരിക്കുന്ന പാലിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കൈ വിടാതെ ഇളക്കിക്കൊണ്ട് ഇരിക്കണേ, ഇല്ലെങ്കിൽ അത് അടിപ്പിടിക്കുവാൻ സാധ്യത കൂടുതലാണ്. അങ്ങനെ ഇത് ഇളക്കി ഒരു കുട്ടികൾക്ക് കുറുക്കൊക്കെ ഉണ്ടാക്കുന്ന പാകമുണ്ടല്ലോ, ആ പാകത്തിലേക്ക് വരും. ആ പാകത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. സ്റ്റവ് ഓഫ് ചെയ്ത് അത് ഒരു ചൂടാറുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടാറിയതിന് ശേഷം നമ്മളൊരു കണ്ടെയ്നറിലേക്ക് മാറ്റുക. അപ്പോൾ അത് മാറ്റി വയ്ക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണേ, നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒറ്റി അതിലേക്ക് വീഴാതിരിക്കുക. ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ട് കവർ ചെയ്യണം. എന്നിട്ട് ഫ്രിഡ്ജിൽ ഒരു 2 മണിക്കൂർ വയ്ക്കുക. 2 മണിക്കൂർ വെച്ച് കഴിഞ്ഞിട്ട് നമ്മളത് എടുത്ത് അത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾക്ക് ഒരു പാക്കറ്റ് പാൽപ്പൊടിയും കൂടെ ചേർക്കാം. പാൽപ്പൊടി ചേർത്ത് നന്നായി മിക്സിയിൽ കറക്കിയെടുക്കുക, നന്നായി പതപ്പിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് വീണ്ടും ഈ കണ്ടെയ്നറിലേക്ക് തന്നെ ഒഴിച്ച് നമുക്ക് സെറ്റാവാൻ വയ്ക്കാം. അത് ഓവർനൈറ്റ് വയ്ക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ നൈറ്റാണ് വെച്ചിറക്കുന്നത്. പിന്നെ നേരം വെളുത്തപ്പോൾ നമ്മളൊരു 10 മണിയൊക്കെ ആയപ്പോൾ അത് ഓപ്പൺ ചെയ്ത് നോക്കിയാണ്. അപ്പോൾ ഈ പരുവത്തിലാണ് നമുക്ക് കിട്ടിയത്. എന്നിട്ട് നമ്മളത് ഒരു ബൗളിലേക്ക് മാറ്റുകയാണ്. ബൗളിലേക്ക് മാറ്റി കൊടുത്തു. ഇപ്പോൾ എങ്ങനെയുണ്ട്? നല്ല പരുവത്തിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഐസ്ക്രീം ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ എല്ലാവരും? നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കുറച്ച് നേരം ഒന്ന് മെനക്കെടണമെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ കുട്ടികളൊക്കെ വാശി പിടിച്ച് കരയുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമല്ലോ. പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കെമിക്കൽ അടങ്ങിയിട്ടുണ്ടോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ വളരെ ടേസ്റ്റിയും ഈസിയുമായ റെസിപ്പി തയ്യാർ. ഇഷ്ടമായോ പൊന്നൂഷിന്? സൂപ്പറാണോ? എന്നാ സൂപ്പർ പറയൂ. സൂപ്പർ.